ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ പാലക്കാട് നിന്ന് പൊള്ളാച്ചിക്കുള്ള റോഡാണ്. ഗോപാലപുരം വഴി പൊള്ളാച്ചി കേട്ടോ. പാലക്കാട് നിന്ന് പൊള്ളാച്ചി റോഡ് ഒരുപാടുണ്ട്. ഇത് മാറിപ്പോണ്ട, ഗോപാലം വരെയുള്ള റോഡാണ്. ഇതേ കണ്ട റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ? ഇങ്ങനെ ഫുൾ പാച്ച കച്ചറ. അതിനിടയിൽ ഇങ്ങനെ ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കുന്ന പോലെ കുറേ ഒപ്പിച്ച് വെച്ചിട്ട് പോയിട്ടുണ്ട്. ഈ ഒപ്പിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഒരു 3-4 ദിവസം മുന്നേ നമ്മുടെ അത്തിക്കോട് സൈഡ് ഒരു ആക്സിഡൻറ്റ് നടന്നു. കുഴിയിൽ വീണ് ബൈക്ക് മറിഞ്ഞ് ടിപ്പർ ലോറി കയറി ആൾ മരിച്ചു. ഒരു കുടുംബം വഴിയാതാരായി. ഇങ്ങനെ ഓരോ തവണ ആക്സിഡൻറ്റ് നടക്കുമ്പോഴും ഒരു മരണം സംഭവിക്കുമ്പോൾ അവർ വന്നിങ്ങനെ നമ്മുടെ മന്ത്രിമാരായാലും MLA ഉദ്യോഗസ്ഥന്മാരായാലും അവർ പതുക്കെ നമ്മുടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പതുക്കെ ഇങ്ങനെ തുപ്പൽ തൊട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് പോകും. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ. ഇവർ ഈ 8-10 തവണ പാച്ച് ചെയ്ത പൈസ ഉണ്ടെങ്കിൽ ഈ റോഡ് നല്ല റബ്ബറൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചിലവാക്കിയാണ്. അവരുടെ പോക്കറ്റിലേക്ക് കാശിറങ്ങാൻ വേണ്ടിയുള്ള പരിപാടി അവരിങ്ങനെ പയ്യെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ടെൻഡർ നടപടികൾ ആൾറെഡി എടുത്ത് കരാറുകാരൻ ഒഴിഞ്ഞുപോയി എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം പേപ്പറിൽ വായിച്ചത്. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ 11-12 പേരായി ഇപ്പോൾ ഒരു വർഷത്തിനിടയിൽ മരിക്കുന്നു. ഇതേ ഉണ്ടോ? ഇതിപ്പോൾ ഇന്നലെ രാവിലെ നമ്മൾ ഫാമിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കൺമുന്നിൽ വെച്ച് നടന്ന ആക്സിഡൻറ്റാണ്. അപ്പോൾ ആക്സിഡൻറ്റും ഇതൊക്കെ കാണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ വീഡിയോ എടുത്ത് ഇടാതിരുന്നത്. വണ്ടി കിടക്കുന്നത് കണ്ടോ? ഇത് TVS നമ്മൾ നിലക്കടല വിൽക്കാൻ പോകുന്ന കക്ഷിയാണ്. അതിൽ ബുള്ളറ്റ് വന്നിടിച്ചതാണ്. വണ്ടി പറ്റെ ഫ്രണ്ട് കംപ്ലീറ്റ് പോയി. ആളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ ഈ വിധ ആക്സിഡൻ്റ് ഒന്നും നമ്മൾ പേപ്പറിലോ മറ്റോ കാണില്ല. മരണം വല്ലതും നടന്നോ അല്ലെങ്കിൽ ബസ്സോ മറ്റോ ആക്സിഡൻ്റ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. ഈ ചെറുങ്ങനെ ഇതാക്കണത്, ഈ വണ്ടികളുടെ അറ്റകുറ്റപ്പണിക്കുള്ള ചിലവ്, ഇതൊക്കെ ആരാ തരിക? നമ്മളുടെ നിന്ന് ഇവർ 15 വർഷത്തേക്കുള്ള റോഡ് ടാക്സ് കാര്യങ്ങൾ, ഇൻഷുറൻസ് കറക്റ്റ്, ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ ഫൈന്, ആന ചേന പൂന പറഞ്ഞിട്ട് നമ്മളെ നിന്ന് എന്തൊക്കെ ഗവൺമെൻറ്റിലേക്ക് മുതൽക്കൂട്ടാൻ പറ്റുമോ അവരടിച്ചു മാറ്റിയെടുക്കും. കൈക്കൂലി വേറെ. എന്നിട്ട് റോഡ് നന്നാക്കാൻ വേണ്ടി വല്ലതും ചെയ്യുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ വഴി പേടിച്ചിട്ട് ഒരു നേരം മാത്രമാണ് ഇപ്പോൾ ഈ റോട്ടിൽ കൂടെ വാഹനം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നത് വീഡിയോ എടുത്തിടാൻ വേണ്ടിയിട്ടപ്പോൾ തിരിച്ചു വരുമ്പോൾ വന്നത്. ഞാൻ വേറെ റൂട്ട് വഴിയാണ് പോവുക. ഇപ്പോൾ ജീവനും കൈപ്പിടിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വഴി യാത്ര ചെയ്യുന്നത്. മര്യാദക്കാണെങ്കിൽ ഡെയിലി 4 തവണ നമ്മൾ ഫാമിലേക്കുള്ള പോക്കും വരവും ഈ വഴിയാണ്. ഇതിപ്പോൾ ഇരട്ടക്കുളം വരെ നല്ല റോഡാണ്. 5 വർഷം മുന്നേ ചെയ്തിട്ടത്. അവിടെ തൊട്ടിട്ട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണു പറയില്ലാതെ ഇനിയും അവർക്ക് സ്വപ്നം കണ്ട് എഴുന്നേറ്റിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ.